വേനൽക്കാലത്തും വർഷക്കാലത്തും ജലസമൃദ്ധമായ ഹിമാലയൻ നദികളെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇടുക്കി ജില്ലയ്ക്കുമുണ്ട് അങ്ങനെ ഒരു നദി. വേനൽക്കാലത്തും മഴക്കാലത്തും നിറഞ്ഞൊഴുകുന്ന ഒരു നദി. ആനയിറങ്കിൽ നിന്നും ഉത്ഭവിച്ച 5ഓളം പഞ്ചായത്തുകളിലൂടെ ഒഴുകി പൊന്മുടി അണക്കെട്ടിൽ അവസാനിക്കുന്ന പന്നിയാർ പുഴ. എല്ലാ വേനൽക്കാലത്തും ഈ പുഴ നിറഞ്ഞൊഴുകും. ഹിമാലയൻ നദികളിൽ മഞ്ഞുരുകിയാണ് വേനൽക്കാലത്ത് നദികൾ സജീവമാകുന്നതെങ്കിൽ ആനയിറങ്കൽ അണക്കെട്ട് തുറക്കുന്നതോടെയാണ് ഇടുക്കിയിൽ പന്നിയാർ പുഴ ജലസമൃദ്ധമാകുന്നത്. വർഷക്കാലത്ത് മലനിരകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന മഴവെള്ളപ്പാച്ചിലിൽ കരകവിഞ്ഞ് ഒഴുകുന്ന പന്നിയാർ പുഴ വേനൽക്കാലത്തും ജലസമ്പന്നമാണ്. ഹിമാലയൻ നദികൾ വേനൽക്കാലത്ത് മഞ്ഞുരുകിയാണ് സജീവമാകുന്നതെങ്കിൽ മതികെട്ടാൻ ചോലയുടെ മടിത്തട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പന്നിയാറിനെ സമ്പന്നമാക്കുന്നത് ആനയിറങ്കൽ ജലാശയമാണ്. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ. കാലവർഷത്തിൽ പന്നിയാറിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം പൊന്മുടിയിൽ സംഭരിക്കും. വേനൽക്കാലത്തിന്റെ ആരംഭത്തോടെ പന്നിയാർ പുഴയിലൂടെ പൊന്മുടിയിലേക്കുള്ള നീരൊഴുക്ക് കുറയും. ഈ സമയത്താണ് ആനയിറങ്കൽ ജലാശയത്തിൽ തുലാവർഷ മഴയിൽ സംഭരിച്ച വെള്ളം വൈദ്യുത ഉൽപാദനത്തിനായി പന്നിയാർ പുഴയിലൂടെ പൊന്മുടിയിൽ എത്തിക്കുന്നത്. അങ്ങനെ വേനൽക്കാലത്തും മഴക്കാലത്തും ജലസമൃദ്ധമാണ് പന്നിയാർ പുഴ. വിവിധ ഭാഷകളെയും ആചാരങ്ങളെയും തൊട്ട് തഴുകി ഒഴുകുന്ന പന്നിയാർ ശാന്തമ്പാറ, സേനാപതി, രാജകുമാരി, രാജാക്കാട് പഞ്ചായത്തുകളിലെ ജീവനാഡി എന്നാണ് അറിയപ്പെടുന്നത്. പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയും കുടിവെള്ളവും കുടിയേറ്റ കർഷകരുടെ ജീവിതവുമെല്ലാം പന്നിയാർ പുഴയെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. വേനൽക്കാലത്ത് കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങാതെ കുടിവെള്ളം മുട്ടിക്കാതെ മലയോര മേഖലയിലെ ഓരോ പുൽനാമ്പിനും ജീവൻ പകരുകയാണ് പന്നിയാർ. ഇത് നമ്മുടെ ഹിമാലയൻ നദിയിൽ പോലെ എല്ലാ സമയത്തും കൃഷി ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്ന ഒരു നദിയാണ്. വേനൽക്കാലത്തും നല്ല രീതിക്ക് ഡാം തുറന്നു വിട്ടിട്ട് അവിടെ സംരക്ഷണ ഭിത്തി വെച്ച് നമുക്ക് ഈ വെള്ളം ഒഴുക്കി കിട്ടുന്നു. നമ്മുടെ കൃഷി ആവശ്യത്തിന് വേണ്ട വെള്ളം ഇതിനകത്ത് എല്ലാ സമയത്തും കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ആനരങ്കൽ ഡാമിലെ എല്ലായിടത്തും പറഞ്ഞ ഒഴുക്ക് അവിടെ ശേഖരിച്ച് വെച്ച് പിന്നെ നമ്മുടെ ഈ വേനൽക്കാലത്ത് ഇങ്ങനെ തുറന്നു വിടുന്നതുകൊണ്ട് നമുക്ക് ഏത് സമയം വെള്ളം കിട്ടുന്നത്. വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ തുറക്കുന്ന ആനയിറങ്കൽ ജലാശയത്തിലെ വെള്ളം മാർച്ച്, ഏപ്രിൽ, മെയ് തുടങ്ങിയ 3 മാസക്കാലം പന്നിയാർ പുഴയെ ജലസമൃദ്ധമാക്കി നിർത്തും. കർഷകരുടെ കാർഷിക വിളകൾക്ക് ഉണക്ക് ബാധിക്കാതെ സംരക്ഷിക്കുവാനും സാധിക്കും. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രക്രിയ നടക്കുന്നതെങ്കിലും കർഷകർക്കാണ് ഏറെ ഗുണം ചെയ്യുന്നത്. കൂടാതെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ഈ 3 മാസക്കാലം ചാകരയാണ്. മുഴി, കട്ടള തുടങ്ങി 1 കിലോഗ്രാം മുതൽ 10 കിലോഗ്രാം വരെയുള്ള മീനുകൾ ലഭിക്കും. അന്യനാടുകളിൽ നിന്നും നിരവധി ആളുകളാണ് മീൻ പിടിക്കുന്നതിനായി എത്തിച്ചേരുന്ന. മെയ് മാസത്തിൽ ജലാശയം അടയ്ക്കും. കാലവർഷമെത്തുന്നതോടെ വീണ്ടും പന്നിയാർ പുഴ സജീവമാകും. വിവിധ പഞ്ചായത്തുകളിലെ രക്ഷകന്റെ പരിവേഷമുണ്ടെങ്കിലും മാലിന്യങ്ങളാൽ നശീകരണത്തിന്റെ വക്കിലാണ് പന്നിയാർ പുഴ. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.